ഹായ് ഹലോ. അപ്പോൾ നമുക്കിന്നൊരു നാടകം പഠിക്കാം. വയലാ വാസുദേവൻ പിള്ളയുടെ നാലപ്പാടൻ അവാർഡ് നേടിയിട്ടുള്ള ഒരു നാടകമാണ് ഒരു പക്ഷിക്കുഞ്ഞിൻ്റെ മരണം. നമ്മൾ പാഠഭാഗത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കാം. വയലാ വാസുദേവൻ പിള്ള തൃശൂർ സ്കൂൾ ഓഫ് ഡ്രാമയുടെ ഡയറക്ടറായിരുന്നു. കേരള സർവകലാശാലയുടെ കീഴിലുള്ള സെൻറ്റർ ഫോർ പെർഫോമിംഗ് ആൻഡ് വിഷ്വൽ ആർട്സ് ഡയറക്ടറും കൂടിയായിരുന്നു അദ്ദേഹം. പാശ്ചാത്യ നാടകങ്ങളെ മലയാളിക്ക് പരിചയപ്പെടുത്തുന്നതിൽ പ്രമുഖനായിരുന്നു ഇദ്ദേഹം. 1988-89 കാലഘട്ടങ്ങളിൽ അമേരിക്കയിൽ സംഘടിപ്പിച്ച നാടക കലാകാരന്മാരുടെ അന്താരാഷ്ട്ര സമ്മേളനത്തിൽ ഭാരതത്തെ പ്രതിനിധാനം ചെയ്ത വ്യക്തിയായിരുന്നു വയലാ വാസുദേവൻ പിള്ള. 1989 ഫുൾ ബ്രൈറ്റ് ഫെലോഷിപ്പ് നേടി. അമേരിക്കയിലെ ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഷെഗ്നറുടെ നേതൃത്വത്തിൽ നവീന നാടകശാലയിൽ ഗവേഷണം നടത്തി. തിരുവനന്തപുരത്തെ സുവർണരേഖ നാടക സമിതിയുടെ ഡയറക്ടറായിട്ട് പ്രവർത്തിക്കുന്ന സമയത്ത് 30-ലേറെ നാടകങ്ങളും അദ്ദേഹം അരങ്ങിലെത്തിച്ചു. കേരള സംഗീത നാടക അക്കാദമി അവാർഡ് നേടിയ തുളസി വനം, കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ അഗ്നി, നാലപ്പാടൻ അവാർഡ് നേടിയ ഒരു പക്ഷിക്കുഞ്ഞിൻ്റെ മരണം, വിശ്വദർശനം, കുഞ്ഞിച്ചിറകുകൾ, വരവേൽപ്പ്, കുചേലഗാഥ തുടങ്ങിയ നാടകങ്ങളും അതുപോലെ തന്നെ സൂത്രധാര, ഇതിലെ എന്ന നാടക പഠന ഗ്രന്ഥവുമാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ. അപ്പോൾ നമുക്ക് വീണ്ടും പാഠഭാഗത്തിലേക്ക് തന്നെ തിരിച്ചു വരാം. ഒരു പക്ഷിക്കുഞ്ഞിൻ്റെ മരണം എന്ന് പറയുന്ന നാടകം. അപ്പോൾ ഇത് തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം, എന്താണ് നാടകം? നാടിൻ്റെ അകമാണ് നാടകം, അല്ലേ? അഭിനയം, സംഭാഷണം എന്നിവയിലൂടെ സമ്പൂർണ്ണമായൊരു മനുഷ്യവ്യാപാരത്തെ പ്രേക്ഷകരിലേക്ക് പകരുന്ന ദൃശ്യശ്രാവ്യ കലയാണ് നാടകം എന്ന് പറയുന്നത്. അതായത് സംഘർഷം നിറഞ്ഞിട്ടുള്ള മനുഷ്യ ജീവിതത്തിൻ്റെ ആവിഷ്കാരമാണ് നാടകം. നാടകത്തിൽ എന്തൊക്കെ ഉണ്ടാവും? നാടകത്തിൽ പെട്ടെന്ന് വളർന്ന് വികസിക്കുന്ന ഒരു ഇതിവൃത്തം, അതായത് കഥ ഉണ്ടാവും. മാനസികവും സാമൂഹികവുമായിട്ടുള്ള ജീവിത സംഘർഷങ്ങൾ അതിലുണ്ടാവും. മാറ്റത്തെ ഉൾക്കൊള്ളുന്ന കഥാപാത്രങ്ങളുണ്ടാകും. കഥാപാത്രങ്ങളുടെ ആന്തരിക ഭാവത്തെ കാണിക്കുന്ന സംഭാഷണങ്ങൾ, ഇതൊക്കെയാണ് നാടകത്തിൻ്റെ പ്രത്യേകതകൾ അല്ലെങ്കിൽ ജീവൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള സവിശേഷതകളൊക്കെ ഉൾപ്പെട്ടിട്ടുള്ള ഒരു നാടകമാണ് ഒരു പക്ഷിക്കുഞ്ഞിൻ്റെ മരണം. പാഠഭാഗം തുടങ്ങുന്നതിന് മുമ്പ് അതിൻ്റെ ഒരു മൊത്തത്തിലുള്ള ക്രോഡീകരണം അല്ലെങ്കിൽ അതിൻ്റെ ആശയം ഒന്ന് ചുരുക്കി പറയുകയാണെങ്കിൽ, അധ്വാനിക്കുന്ന സാധാരണക്കാരന് ഭക്ഷണം നിഷേധിക്കുന്ന അധികാര ശക്തികളെയും നമ്മുടെ പരിസ്ഥിതിയെ തകർക്കുന്ന മനോഭാവത്തെയും സ്നേഹബന്ധം കൊണ്ടും ഐക്യം കൊണ്ടും മാനവീയത കൊണ്ടും നേരിടാം എന്ന വലിയൊരു ആശയമാണ് ഈ നാടകം നമ്മുടെ മുന്നിലേക്ക് വയ്ക്കുന്നത്. അപ്പോൾ തുടക്കത്തിൽ ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ ആരാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒന്നാമതായി എത്തുന്നത് അന്ധനായിട്ടുള്ള ഒരു പക്ഷിശാസ്ത്രജ്ഞനാണ്. അതുപോലെ തന്നെ പക്ഷിവേഷക്കാരായിട്ടുള്ള 11ഓളം കിളികളും ഇതിലുണ്ട്. അടുത്ത കഥാപാത്രമാണ് പാടത്തിൻ്റെ ഉടമ. അപ്പോൾ നമ്മൾ പറഞ്ഞു, ഭക്ഷണം നിഷേധിക്കുന്ന സാധാരണക്കാരന് ഭക്ഷണം നിഷേധിക്കുന്ന അധികാരവർഗത്തെ ചോദ്യം ചെയ്യലാണ്, അല്ലെങ്കിൽ സ്നേഹം കൊണ്ടും ഐക്യം കൊണ്ടും ചോദ്യം ചെയ്യലാണ് ഈ നാടകത്തിൻ്റെ ആശയം എന്ന് പറയുന്നത്. അപ്പോൾ നാടകത്തിൻ്റെ തുടക്കത്തിലുള്ള പശ്ചാത്തലം എന്ന് പറയുന്നത് പ്രകൃതി നശീകരണത്തിനിടയിലും പച്ചപ്പ് നഷ്ടപ്പെട്ടു പോകാതെ വഴിവക്കിൽ നിലകൊള്ളുന്ന ഒരു അരയാലിൻ്റെ ചുവടാണ്. അതിന് പിറകിൽ നിബിഡമായിട്ടുള്ള ഒരു കാട് വെട്ടിത്തെളിച്ചതിൻ്റെ അവശിഷ്ടങ്ങൾ കാണാൻ പറ്റും. അതായത് പ്രകൃതി നശിച്ചുകൊണ്ടിരിക്കുമ്പോഴും പച്ചപ്പ് നിറഞ്ഞ ഒരു അരയാൽ ചുവട് കാണാം. ആ ചുവട്ടിലാണ് നമ്മുടെ കഥാഗതി വികസിച്ചു വരുന്നത്. പിന്നെ അതിന് ചുറ്റും വെളുത്ത പൂക്കൾ കാണാൻ പറ്റുന്നുണ്ട്. ഈ വെളുത്ത പൂക്കൾ എന്ന് പറയുന്നത് ഒരു പ്രതീകമാണ്. എന്തിൻ്റെ പ്രതീകമായിരിക്കും? നമുക്കറിയാം, വെളുപ്പെന്ന് പറയുന്നത് എന്തോ ഒരു പ്രതീക്ഷ, അല്ലേ? അതായത് ചുറ്റും ഓരോന്നും നശിച്ചു കൊണ്ടിരിക്കുന്ന സമയത്തും അവസാനിക്കാത്ത നന്മയുടെയും പ്രതീക്ഷകളുടെയും പൂക്കളാണ് ഈ വെളുത്ത പൂക്കൾ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ മരമൊക്കെ കണ്ടു. വിശാലമായി വളർന്നു നിൽക്കുന്ന മരത്തിന് ചുവട്ടിലും കൊമ്പിലും ഒക്കെ ആയിട്ട് ഒട്ടനവധി വെളുത്ത പക്ഷികൾ അല്ലെങ്കിൽ പക്ഷികളുടെ വേഷം കെട്ടിയ കുട്ടികൾ ശബ്ദമുണ്ടാക്കി പാട്ടുപാടിയും രസിച്ചും കഴിയുന്നുണ്ട്, കൊക്കുരുമുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലേക്കാണ് ആര് കടന്നു വരുന്നത്? നമ്മുടെ പക്ഷിശാസ്ത്രജ്ഞൻ കടന്നു വരുന്നത്. അദ്ദേഹം അന്ധനാണ്, അദ്ദേഹത്തിന് കണ്ണ് കാണില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ മുഖം എങ്ങനെയാണ്? വളരെ തേജസ്സുള്ള മുഖമാണ്. അദ്ദേഹം ഒരു ദുഃഖം കൊണ്ട് അല്ലെങ്കിൽ ഒരു ആശങ്ക കൊണ്ടാണ് അവിടേക്ക് കടന്നു വരുന്നത്. എന്താണ് ആശങ്ക? തൻ്റെ ചിറകിനുള്ളിലെ ഒരു പക്ഷിയെ കാണാതെ പോയതിൻ്റെ ദുഃഖം അദ്ദേഹം പ്രകടിപ്പിക്കുന്നുണ്ട്. അങ്ങനെ കൂട്ടം തെറ്റി പറന്നുപോയ ആ കിളിയെക്കുറിച്ചുള്ള സംഭാഷണത്തിൽ നിന്നാണ് നാടകത്തിൻ്റെ കഥ ഇങ്ങനെ വികസിച്ച് വരുന്നത്. പക്ഷിശാസ്ത്രജ്ഞൻ പറയുന്നുണ്ട്, കൂട്ടം തെറ്റി പറന്നുപോയ കിളി ഇനിയും കൂടണഞ്ഞില്ലല്ലോ. അപ്പോൾ ഒരു കിളി മറുപടിയായിട്ട് പറയുന്നത് എന്താണ്? പിണങ്ങിപ്പിരിഞ്ഞ് സ്വയം ചിറകറുത്തെറിഞ്ഞ് ഓടിപ്പോയതല്ലേ, എന്നെങ്കിലും തിരിച്ചു വരാതിരിക്കില്ല.
അപ്പോൾ നമുക്കറിയാം, നമ്മളൊരു കൂട്ടമായിട്ട് ഇരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ഇരിക്കുന്ന സമയത്ത് അതിലൊരാൾ മാത്രം വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രമായിരിക്കില്ലേ, അല്ലെങ്കിൽ ക്യാരക്ടറായിരിക്കും അല്ലേ. അദ്ദേഹം ആരോടും കൂട്ടുകൂടാതെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു താല്പര്യത്തിൻ്റെ പുറത്ത് അല്ലെങ്കിൽ ചെറിയൊരു പ്രശ്നത്തിൻ്റെ പുറത്ത് എന്താവും, നമ്മുടെ കൂട്ടം തെറ്റി അല്ലെങ്കിൽ നമ്മുടെ സംഘത്തിൽ നിന്നും പുറത്തു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്തിൻ്റെ പേരിലായിരിക്കാം? ഒന്നല്ലെങ്കിൽ ഇഷ്ടക്കേട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്വാർത്ഥ താല്പര്യം മൂലമായിരിക്കാം അല്ലേ. അപ്പോൾ ഇവിടെ ഇദ്ദേഹത്തിൻ്റെ ചിറകിനടിയിൽ നിന്നും കാണാതായി പോയിട്ടുള്ള പക്ഷിക്കുഞ്ഞെന്ന് പറയുന്നതും ഒരു സ്വാർത്ഥ താല്പര്യത്തിൻ്റെ പുറത്തു പോയതാണ്. അതിമോഹങ്ങളും അധികാരക്കൊതിയും ചിലരെ എന്താക്കും, വർഗവഞ്ചകർ ആക്കുന്നു. അത്തരത്തിലുള്ള വ്യക്തിയുടെ പ്രതീകമാണ് ഈ കൂട്ടം തെറ്റിപ്പോയിട്ടുള്ള ഈ കിളി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കൂട്ടം തെറ്റി വിട്ടുപോയാലേ എന്നെങ്കിലും തിരിച്ചു വരും എന്നുള്ളൊരു പ്രതീക്ഷയും ഇവർക്കുണ്ട്. അപ്പോൾ ഈ പക്ഷിശാസ്ത്രകാരന് എന്തുണ്ട്, ഭാവി പ്രവചിക്കാനുള്ള ഒരു കഴിവുണ്ട്. അദ്ദേഹത്തിൻ്റെ അന്ധതയേറും തോറും അദ്ദേഹത്തിൻ്റെ അകത്തുള്ള പ്രകാശം ഇങ്ങനെ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്, ഭാവി ഇങ്ങനെ തെളിഞ്ഞു കാണുന്നുണ്ട്. അപ്പോൾ പക്ഷിശാസ്ത്രജ്ഞൻ ഇങ്ങനെ ഓർക്കുകയാണ്, കൂട്ടം തെറ്റിപ്പോയവൻ തൻ്റെ മരണം കാണാനെങ്കിലും വരും. പിന്നെ തലേ ദിവസത്തെ കാര്യങ്ങൾ ഓർക്കുന്നുണ്ട്. ഈ പക്ഷിശാസ്ത്രജ്ഞനും അതുപോലെ തന്നെ മറ്റുള്ള പക്ഷികളെല്ലാവരും കൂടി ചേർന്ന് കതിർക്കുല കൊത്തി നുണഞ്ഞ് വളരെ അധികം തളർന്നിരിക്കുകയാണ്. ഇന്നലെ ഒത്തിരി നേരം പറന്നു, കുറേ ഇടങ്ങളിൽ പോയി. എവിടെയൊക്കെ പോയത്? തേനരുവിയുടെ ഉത്ഭവസ്ഥാനത്ത് പോയി, തെളിനീർ തടാകങ്ങളിൽ കുളിച്ചു, സാഗരങ്ങൾ കടന്നു, പട്ടിണിക്കാരൻ്റെ അത്താഴം പങ്കിട്ട് കഴിച്ചു. അപ്പോൾ ഈ പക്ഷിശാസ്ത്രകാരൻ്റെ ജീവിതാനുഭവം എന്ന് പറയുന്നത് എന്താണ്? നാടോടികളുടെയും സാധാരണക്കാരുടെയും ഒക്കെ കൂടെ കഴിഞ്ഞ് നേടിയെടുത്ത ജീവിതാനുഭവങ്ങളാണ്. സാധാരണക്കാരന് മാത്രമേ എന്താണ് ജീവിത യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയാൻ പറ്റുകയുള്ളൂ എന്നതാണ് ലക്ഷ്യം. അതുപോലെ തന്നെ എന്താണ്, അക്ഷയപാത്രത്തിലെ ചീരയില കൊണ്ട് വിശപ്പടക്കിയ പുരാണ കഥയെ സൂചിപ്പിച്ചുകൊണ്ട് പട്ടിണിക്കാരൻ്റെ കയ്യിൽ നിന്നും കിട്ടിയ ഭക്ഷണം മൃഷ്ടാനമാവുകയും അവരോട് ആഭിമുഖ്യം പുലർത്തുന്ന ജീവിത ദർശനം വെളിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. മഹാഭാരതത്തിലൊരു കഥയുണ്ട്. സൂര്യൻ പാണ്ഡവർക്ക് അവരുടെ വനവാസകാലത്ത് സമ്മാനിച്ച ഒരു പാത്രമാണ് അക്ഷയപാത്രം. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, പാഞ്ചാലിയുടെ ഭക്ഷണം കഴിയുന്നത് വരെ ദിവസവും അവർ ആഗ്രഹിക്കുന്ന ഏതു ഭക്ഷണവും ആ പാത്രത്തിൽ നിന്ന് ലഭിക്കും എന്നുള്ളതാണ്. പാഞ്ചാലി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്നൊന്നും ലഭിക്കില്ല. ഈ അക്ഷയപാത്രം പാണ്ഡവർക്ക് കിട്ടിയത് അറിഞ്ഞിട്ട് ദുര്യോധനൻ, കൗരവപക്ഷക്കാരനായിട്ടുള്ള ദുര്യോധനന് ഇതിൽ അസൂയുണ്ടായി. അദ്ദേഹം എന്ത് ചെയ്തു? പാണ്ഡവരെ ആപത്തിൽ ചാടിക്കാൻ വേണ്ടിയിട്ട് ഒരു ദിവസം പാഞ്ചാലി ഭക്ഷണം കഴിഞ്ഞിരിക്കുന്ന സമയത്ത് ദുർവാസാവിനെയും ശിഷ്യന്മാരെയും അങ്ങോട്ടേക്ക് അയച്ചു. ദുർവാസാവിൻ്റെ പ്രത്യേകത എന്താ? പെട്ടെന്ന് ദേഷ്യം വരില്ലേ, ഒരു കാര്യം സാധിക്കാതിരുന്നാൽ എന്ത് ചെയ്യും? ശപിക്കും. ഇപ്പോൾ ദുർവാസാവിനെയും ശിഷ്യന്മാരെയും കണ്ടപ്പോൾ പാഞ്ചാലി ആകെ കുഴങ്ങി. ഭക്ഷണം കൊടുക്കാനൊന്നുമില്ല. അദ്ദേഹമാണെങ്കിലും നല്ലോണം വിശന്നിട്ടാണ് വരുന്നത്. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ കുളിച്ചു വരുന്ന സമയത്തിനുള്ളിൽ ഭക്ഷണം തയ്യാറാക്കി വെക്കാനായിട്ട് പറഞ്ഞു. കുഴങ്ങിപ്പോയ പാഞ്ചാലി എന്ത് ചെയ്തു? രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ശ്രീകൃഷ്ണനെ ധ്യാനിച്ചു. ശ്രീകൃഷ്ണൻ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. പക്ഷേ അദ്ദേഹം വന്നതോ തനിക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ്. പാഞ്ചാലി കൂടുതൽ വിഷമിച്ചു. ശ്രീകൃഷ്ണൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അക്ഷയപാത്രം ഒന്ന് പരിശോധിച്ച് നോക്കി. അപ്പോൾ അതിലൊരു ചീരയിലുണ്ടായിരുന്നു. അതെടുത്ത് അദ്ദേഹം ഭക്ഷിച്ചു. അത് ഭക്ഷിച്ചതോടുകൂടി സ്നാനത്തിനായിട്ട് പോയിരുന്ന ദുർവാസാവിൻ്റെയും ശിഷ്യന്മാരുടെയും ഒക്കെ എന്തായി? വിശപ്പ് ശമിച്ചു. ഇതാണ് ചീരയില ഭക്ഷിച്ചപ്പോൾ മൃഷ്ടാന ഭോജനമായി എന്ന് പറയുന്നത് കേട്ടോ. അങ്ങനെ തലേ ദിവസം ഉണ്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തതിന് ശേഷം പിന്നീട് ഈ പക്ഷിശാസ്ത്രകാരനും കിളികളും തമ്മിൽ നടത്തുന്ന തുടർച്ചയായ സംഭാഷണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഒരു പക്ഷി പറഞ്ഞു കൊടുക്കുകയാണ്, ഗോതമ്പ് വയലിൻ്റെ മുകളിലൂടെ പറന്നപ്പോൾ തൻ്റെ ചിറകിന് വെടിയേറ്റു. അതിന് മറുപടിയായിട്ട് പക്ഷിശാസ്ത്രകാരൻ എന്താണ് പറയുന്നത്? എന്നിട്ടും നീ ഉദയകിരണങ്ങളെ പോലെ തിരിച്ചെത്തി. പക്ഷേ നിനക്ക് ചേക്കേറാൻ ഇടമില്ല. വനമെല്ലാം ആരോ വെട്ടിത്തെളിച്ചു. ഇപ്പോൾ ചുറ്റും വെളുത്ത പൂക്കൾ മാത്രം. എന്താണ്, അവർ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് അല്ലെങ്കിൽ അവർ വളരെയധികം മനുഷ്യരെയും ഒക്കെ പേടിച്ചിട്ടാണ് എന്ത് ചെയ്യാൻ പോകുന്നത്? തൻ്റെ ഭക്ഷണം തേടി പോകുന്നത് അല്ലേ. പക്ഷെ അതിനിടയ്ക്ക് അവർക്ക് വെടിയേൽക്കുന്നുണ്ട്, ക്രൂരമായിട്ടുള്ള അവസ്ഥകൾ നേരിടേണ്ടി വരുന്നുണ്ട്. പക്ഷേ എങ്കിലും അതിനെയൊക്കെ ജയിച്ച് വന്ന് ചേക്കേറുന്ന സമയത്ത് അവർക്ക് താമസിക്കാൻ എന്തില്ല? വീടില്ല അല്ലേ. കാരണം അതും അവരുടെ പക്ഷികളുടെ വീടായിട്ടുള്ള മരങ്ങളും പ്രകൃതിയും വനവും ഒക്കെ ആര് നശിപ്പിക്കുകയാണ്? മനുഷ്യർ നശിപ്പിക്കുകയാണ്. അപ്പോൾ വേറൊരു പക്ഷി ആശങ്കയോടെ പറയുകയാണ്, വിശപ്പിന് നമ്മളൊന്നും കരുതിയില്ലല്ലോ. അപ്പോൾ പക്ഷിശാസ്ത്രകാരൻ എന്താണ് മറുപടി പറയുന്നത്? അതെ, നമ്മളെന്ന് പറയുന്നത് വാരിക്കൂട്ടാൻ മറന്നുപോയവരാണ്. എന്ന് വെച്ചാൽ എന്താണ്, മനുഷ്യരെ പോലെ അത് വേണം ഇത് വേണം ഒന്ന് കിട്ടുമ്പോൾ മറ്റൊന്നിനെ കുറിച്ചുള്ള ആശങ്ക അല്ലെങ്കിൽ ആഗ്രഹം അങ്ങനെ ഇല്ലാത്തവരാണ് ആര്? പക്ഷികളും മൃഗങ്ങളും ഒക്കെ അല്ലേ.
അപ്പോൾ നമ്മൾ വാരിക്കൂട്ടാൻ മറന്നുപോയവരാണ്, വിതയ്ക്കാൻ മണ്ണില്ലാത്തവരാണ്. ഈ പ്രകൃതി എന്ന് പറയുന്നത് എല്ലാവർക്കും സ്വന്തമാണല്ലേ. അപ്പം നമുക്ക് ആർക്കും അവകാശപ്പെട്ടതല്ല ഈ പ്രകൃതി, ഈ ഭൂമി എന്ന് പറയുന്നത്. പക്ഷെ മനുഷ്യൻ അതൊക്കെ കൈയടക്കി സ്വന്തമാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ വിതയ്ക്കാൻ മണ്ണില്ലാത്തവരാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നല്ല വിശപ്പാണ്. അപ്പോൾ അവർക്കിങ്ങനെ വിശക്കുന്ന സമയത്ത് എന്താണ് ഭക്ഷണം കഴിക്കാൻ കിട്ടുക എന്ന് അന്വേഷിച്ച് ഈ പക്ഷിശാസ്ത്രജ്ഞനും കിളികളും കൂടി ചേർന്ന് ആൽത്തറയുടെ മുകളിൽ നിന്ന് ചുറ്റും നോക്കുന്ന സമയത്ത് വിതയ്ക്കാനും വാരിക്കൂട്ടാനും മറന്നുപോയവർക്ക്, സ്വന്തമായി മണ്ണില്ലാത്തവർക്ക് വിശപ്പകറ്റാൻ കുന്നിൻ പുറത്ത് വിളഞ്ഞു നിൽക്കുന്ന കതിർക്കുലകൾ അവർ കാണുകയാണ്. അപ്പോൾ പക്ഷിശാസ്ത്രജ്ഞൻ പറയുന്നുണ്ട് കിളികളോട്, അത് പോയിട്ട് കൊത്തി നുണഞ്ഞ് അന്തിക്ക് മുന്നേ ചേക്കേറണം. അങ്ങനെ ആഹ്വാനം ചെയ്യുകയാണ്. ഇതൊരു തരത്തിൽ എന്താണ്, പക്ഷികളോടുള്ള ആഹ്വാനം മാത്രമല്ല, പിന്നെയോ വിളകൾ കൊയ്തെടുക്കുവാനുള്ള ആഹ്വാനമാണ്. ആരോടുള്ള ആഹ്വാനം? മണ്ണിൻ്റെയും അധ്വാനത്തിൻ്റെയും ഫലം അനുഭവിക്കാനുള്ള മണ്ണിൻ്റെ മക്കളോടുള്ള ആഹ്വാനമാണ്. പക്ഷികളോടാണോ പോയി പറയുന്നത് നിങ്ങൾ പോയിട്ട് അത് പോയി കൊത്തിക്കൊണ്ടുവരുമെന്ന്? അല്ല, ഇവിടെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരോടുള്ള ആഹ്വാനമാണ്. അവരുടെ അവകാശമാണ് എന്ത്? തങ്ങൾ വിതച്ചത്, തങ്ങൾ ഉണ്ടാക്കിയെടുത്ത സാധനങ്ങൾ നമ്മൾ തന്നെ കൊയ്തെടുക്കുക എന്നുള്ളത് അല്ലേ. പക്ഷേ അധികാരികളായിട്ടുള്ള മുതലാളിമാർ എന്ത് ചെയ്യുന്നുണ്ട്? അതിന് തടസ്സം നിൽക്കുകയാണ്. വയലിൽ അധ്വാനിക്കുന്ന കർഷകർ പട്ടിണിയിലും മുതലാളിമാരെന്താണ് ചെയ്യുന്നത്? മാളിക വീടുകളിൽ താമസിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ആ കുന്നിൻ പുറത്തുള്ള കതിർമണികൾ കൊത്തിക്കൊണ്ടുവരാൻ പറയുന്ന സമയത്ത് കിളികൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അതൊക്കെ ആരുടേതാണ് എന്ന്. അപ്പോൾ പക്ഷിശാസ്ത്രകാരൻ എന്താണ് പറയുന്നത്? ഈ ഭൂമി ആകെ നമ്മുടേതാണ്. അതുകൊണ്ട് തന്നെ ഏതോ താപസം നമുക്കായി വിതച്ച വരിനെല്ല് 1000 മേനിയായി വിളഞ്ഞു നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. കാട്ടരുവിയുടെ കളഗാനം കേട്ട് പറന്നുയർന്ന് അത് കൊത്തിക്കൊണ്ടുവരുവാൻ വീണ്ടും അദ്ദേഹം പറയുന്നുണ്ട്. ഈ വിളഞ്ഞു നിൽക്കുന്നത് അല്ലെങ്കിൽ ഈ മണ്ണിൽ വിളയുന്നതെല്ലാം ആർക്കുള്ളതാണ്? ജീവജാലങ്ങൾക്ക് അനുഭവിക്കാനുള്ളതാണ് എന്ന സന്ദേശമാണ് ഇവിടെയുള്ളത്. ഈ മണ്ണിൻ്റെ അവകാശികൾ എന്ന് പറയുന്നത് ആരാണ്? ഉള്ളവനും ഉടമയും ഒന്നുമല്ല, പണിയെടുക്കുന്നവനും പട്ടിണിക്കാരനുമാണ് എന്നുള്ളൊരു സന്ദേശം തന്നെയാണ് ഇവിടെ അദ്ദേഹം നൽകുന്നത്. അപ്പം പക്ഷികൾ വീണ്ടും സംശയം ചോദിക്കുകയാണ്, കതിർക്കുലകൾ കൊത്താൻ പോകുന്ന സമയത്ത് ഉടമ അറിഞ്ഞാൽ എന്തു ചെയ്യും? ആരെങ്കിലും കെണി വെച്ചിട്ടുണ്ടെങ്കിൽ എന്തു ചെയ്യും? അതൊരു ന്യായമായ ചോദ്യമാണല്ലേ. അപ്പോൾ അതിന് മറുപടിയായിട്ട് പക്ഷിശാസ്ത്രകാരൻ എന്താണ് പറയുന്നത്? ഈ നോക്കത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന ഈ നീലവാനവും അതിനപ്പുറം വിളഞ്ഞു കിടക്കുന്ന നെന്മണികളും കാണാനില്ലേ? അവിടെ മലയോരത്ത് ആര് കെണിവെക്കാനാണ്? അതുകൊണ്ട് തന്നെ നിങ്ങൾ പോയി വരൂ. എനിക്ക് പറ്റില്ല, ഞാൻ ആകെ തളർന്നിരിക്കുകയാണ്. ഈ പൊരിവെയിലിൽ മലയോരത്തെ കാട്ടരുവി വറ്റിയോ എന്നറിഞ്ഞും കൂടി വരണം. അപ്പോൾ ഒരു പക്ഷി പറയുന്നുണ്ട്, കാട്ടരുവിയിൽ ചെറുകൊക്കു നനയ്ക്കാനുള്ള വെള്ളമുണ്ട്, അത്രേ വെള്ളമുള്ളൂ. പിന്നെ അദ്ദേഹം പറയുന്നുണ്ട്, പിന്നെയോ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ പെരുവഴി ഇരുളാണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം? കുഞ്ഞിച്ചിറകുകൾ വിടർത്തി പറന്നുയരാൻ ശ്രമിക്കണം. അത് പക്ഷികളോട് മാത്രമുള്ള ഒരു കാര്യമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലും അല്ലാതെ നമ്മൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും ഒരു സന്ദേശമാണ്, അല്ലെങ്കിൽ സമൂഹത്തിന് തന്നെ ഒരു സന്ദേശമാണ് അല്ലേ. നിങ്ങളുടെ ലക്ഷ്യം മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് പ്രവർത്തിക്കുക. അതിന് പല തടസ്സങ്ങളുണ്ടാകും, അതൊന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. നമ്മൾ മുന്നോട്ട് തന്നെ വരണം. കുഞ്ഞിച്ചിറകുകൾ വിടർത്തി പറന്നുയരുക എന്നതാണ് അദ്ദേഹം പറയുന്നത്. ഹൃദയത്തിൻ്റെ വെളിച്ചം ഒന്നിച്ചൊഴുക്കി പറന്നു പോകാനുള്ള നിർദ്ദേശം ഇരുട്ടിനെ കീറി മുറിച്ച് വെളിച്ചത്തിലേക്ക് കുതിക്കാനുള്ള കരുത്തു പകരലാണ്. അങ്ങനെ അവർ പറന്നു പോകുന്ന സമയത്ത് കൊടും വേനലാണല്ലേ. ചിറക് കരിയുന്നുണ്ട്, മനസ്സുരുകുന്നുണ്ട്. പക്ഷിശാസ്ത്രകാരൻ്റെ നമുക്ക് തണലേകിയ വനം വെട്ടിയതാരാവും എന്ന ചോദ്യത്തിന് പക്ഷികൾ പറയുന്നുണ്ട്, അവനെ ഞാൻ കണ്ടിട്ടുണ്ട്. ചിറകുകരിയുന്ന കൊടും വേനലിന് വഴിയൊരുക്കിയ പരിസ്ഥിതിയുടെ വേര് തോണ്ടുന്ന രാക്ഷസ സമൂഹം നമുക്ക് ചുറ്റുമുണ്ട് എന്ന് പക്ഷിക്കുഞ്ഞുങ്ങൾ ആരോട് പറഞ്ഞു കൊടുക്കുകയാണ്? പക്ഷിശാസ്ത്രകാരനോട് പറഞ്ഞു കൊടുക്കുകയാണ്. പക്ഷിശാസ്ത്രകാരൻ പറയാണ്, അവൻ്റെ അത്താഴത്തിന് രുചി കൂട്ടുവാനും. ആരുടെ അത്താഴത്തിന്? മനുഷ്യരുടെ ക്രൂരമായിട്ടുള്ള രാക്ഷസീയ സ്വഭാവമുള്ള മനുഷ്യരുടെ സ്വഭാവത്തിന് അല്ലെങ്കിൽ മനുഷ്യരുടെ അത്താഴത്തിന് രുചി കൂട്ടുവാനും വിരുന്നിന് വിഭവം കൂട്ടി സൽകീർത്തി നേടുവാനും വഴിയൊരുക്കാതെ അവരുടെ കയ്യിൽ പെടാതെ സൂക്ഷിച്ചു പോകണമെന്ന നിർദ്ദേശവും അവൻ്റെ വിഷമുനയേൽക്കാതെ സ്വയം കാത്തുകൊള്ളണമെന്ന ഓർമ്മപ്പെടുത്തലും അദ്ദേഹം പക്ഷിക്കുഞ്ഞുങ്ങൾക്ക് നൽകുന്നുണ്ട്. അതായത് നിങ്ങൾ പോകുന്ന ആ കതിർമണി കൊത്താൻ പോകുന്ന സമയത്ത് പല കെണികളുണ്ടാവാം. പക്ഷേ അവരുടെ കെണികളിലൊന്നും പെടാതെ നിങ്ങൾ എന്ത് ചെയ്യുക? സൂക്ഷിച്ചു പോയി വരിക. അതിന് പക്ഷിക്കുഞ്ഞുങ്ങൾ പറയുന്ന മറുപടി വളരെ പ്രധാനപ്പെട്ടതാണ്. ഞങ്ങളുടെ ചിറകടി കൊണ്ട് ഈ പൊരുവെയിലിൽ അവനും കുളിർമ നൽകും. ഏറ്റവും പ്രധാനപ്പെട്ട വാക്കാണ് കേട്ടോ. അവർ പറയുന്നത് എന്താണ്? ശരി, ഞങ്ങൾ സൂക്ഷിച്ചു പോകാം, അങ്ങനെയുള്ള മറുപടി ഒന്നുമല്ല. ഞങ്ങളുടെ ചിറകടി കൊണ്ട് ഈ സമൂഹത്തെ അല്ലെങ്കിൽ ഈ പ്രകൃതി നശിപ്പിച്ച ആ വ്യക്തിക്ക് പോലും എന്ത് നൽകും? ഞങ്ങൾ തണൽ നൽകും, അല്ലെങ്കിൽ കുളിർമ നൽകും.
മഹത്തായിട്ടുള്ളൊരു പ്രപഞ്ച ദർശനം തന്നെയാണ് കിളികൾ പങ്കുവയ്ക്കുന്നത്. അതിന് മറുപടിയായിട്ട് പക്ഷിശാസ്ത്രകാരൻ എന്താണ് പറയുന്നത്? നമുക്ക് കുളിർമ തന്നവനും വെട്ടിയവനും ഒരുപോലെ തണലേകുക. കൊള്ളക്കാർ മരം വെട്ടുന്നത് കണ്ട് നമ്മൾ മരം മാറി കൂടുകെട്ടി. ഒടുവിൽ ഈ ഒറ്റ മരത്തിലെത്തി. ഇപ്പോഴോ അതിൻ്റെ കമ്പും അവർ വെട്ടാൻ തുടങ്ങിയിരിക്കുന്നു. എങ്കിലും നമ്മൾ എന്ത് ചെയ്യുകയാണ്? അവന് കുളിർമ നൽകിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുക. അതായത് മറ്റുള്ളവരോട് എന്ത് ചെയ്യാൻ പാടില്ല? ഒരു തരത്തിലുള്ള ക്രൂരതയും ചെയ്യാൻ പാടില്ല. ഉള്ളൂരിൻ്റെ പ്രശസ്തമായിട്ടുള്ള വരികളുണ്ട്. ഇറുപ്പവനും മലർ ഗന്ധമേകും, വെട്ടുന്നവനും തരു ചൂടകറ്റും, ഹനിപ്പവനും കിളി പാട്ടുപാടും, പരോപകാരപ്രവണം പ്രപഞ്ചം. എന്താണ്? പൂക്കൾ ഇറുക്കുന്നവനും എന്ത് ചെയ്യും? മണം നൽകും അല്ലേ? മരങ്ങളാണെങ്കിലോ വെട്ടുന്നവന് പോലും ചൂട് അകറ്റും. തന്നെ കൊല്ലുന്നവനും കിളി പാട്ടുപാടി കൊടുക്കും. ഈ ഭൂമി എന്ന് പറയുന്നത് പരോപകാരം നിറഞ്ഞതാണ് എന്നതാണ്. അപ്പോൾ അതേ ആശയം തന്നെയാണ് ഇവിടെയും വരുന്നത്. അതിനുശേഷം ഒരു കിളി പറയുന്നുണ്ട്, ഈ രാത്രി നമ്മൾ ചേക്കേറാനെത്തുമ്പോൾ, അതായത് നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞ് കതിർക്കുലകളൊക്കെ കൊത്തി നുണഞ്ഞ് നമ്മൾ വിശപ്പൊക്കെ അകറ്റി വന്ന് ചേക്കേറുന്ന സമയത്ത് ഈ മരം ചിലപ്പോൾ വേരറ്റു പോയിട്ടുണ്ടാവാം. അപ്പോൾ നമ്മൾ പിന്നെ എവിടെ കൂട് കെട്ടും എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ പക്ഷിശാസ്ത്രകാരൻ പറയുന്നുണ്ട്, ഒരു വരികളാണ്. അലറുന്ന കടലിൽ തിരയ്ക്കു മുകളിൽ. അപ്പോൾ കിളികളൊക്കെ ഒരുമിച്ച് തുള്ളിച്ചാടിക്കൊണ്ടൊരു പാട്ട് പാടുന്നുണ്ട്. ആടും തിരകളിൽ കൂടുകെട്ടി കൊക്കിനുള്ളിൽ കൊക്കുരുമി, നിന്നെ പാടിയുറക്കും ഞാൻ, നിന്നിൽ അലിഞ്ഞു മയങ്ങും ഞാൻ. പക്ഷിശാസ്ത്രകാരൻ പറഞ്ഞൂലേ, ഒരു മരം പോലും ഇല്ലാതായാലും അലറുന്ന കടലിലും തിരയ്ക്ക് മുകളിലും കൂടുകെട്ടി അതിജീവനത്തിനുള്ള ആത്മവിശ്വാസമാണ് അദ്ദേഹം പകർന്നു നൽകിയത്. അപ്പോൾ എല്ലാ അടിത്തറകൾ ഇളകിയാലും പൊരുതി നിൽക്കുവാനുള്ള ആത്മവിശ്വാസം പകരുന്ന പക്ഷിശാസ്ത്രകാരൻ്റെ വാക്കുകൾ കേട്ട് വിണ്ണിൻ്റെ മക്കളാവാൻ തയ്യാറെടുക്കുന്ന കിളികൾ വിശപ്പിൽ നിന്ന് ആർജിച്ച കരുത്തുമായിട്ട് പാടത്തേക്ക് പറക്കുന്നുണ്ട്. വരികൾ നോക്കിയല്ലോ. അപ്പോൾ ഒരു കിളി ചോദിക്കുന്നുണ്ട്, അപ്പോൾ കടലിളകി കൂട് പൊളിഞ്ഞ് നിൻ്റെ ഉറക്കം തീരില്ലേ? നിന്നെ തിരകൾ വിഴുങ്ങില്ലേ? അതിനു മറുപടിയായിട്ട് പക്ഷിശാസ്ത്രകാരൻ പറയുന്നുണ്ട്, അപ്പോൾ കടലിനടിയിൽ മുത്തുച്ചിപ്പിയിൽ ഒത്തിരി ആണ്ട് കഴിഞ്ഞുണരും ഞാൻ മുത്തായി പവിഴമായി, ദുഃഖത്തിൻ നിഴലായി വെളിച്ചത്തിൻ ഉറവയായി വരുമല്ലോ ഞങ്ങൾ വിണ്ണിൻ മക്കൾ എന്നാണ് പറയുന്നത്. അങ്ങനെ കടലിളകിയാലും കൂട് പൊളിഞ്ഞു പോയാലും അവസാനം എവിടെ പോയി? കടലിനടിയിൽ ഒരു മുത്തായിട്ട്, മുത്തുച്ചിപ്പിയിലുള്ള ഒരു മുത്തായിട്ട് കുറേ കാലങ്ങൾ കഴിയുന്ന സമയത്ത് എണീറ്റ് വരും. മുത്തുച്ചിപ്പിയുടെ പ്രത്യേകത എന്താണ്? ചിപ്പിയുടെ ഉള്ളിൽ ഒരു കല്ലോ കരടോ എന്തെങ്കിലും ചെന്ന് പെടുന്ന സമയത്ത് അതിനുള്ളിൽ ഒരു ദ്രാവകം ഇങ്ങനെ ചുറ്റിപ്പിണഞ്ഞ് കുറേ കാലം കഴിയുന്ന സമയത്താണ് അത് പിന്നീട് എന്തായി മാറുന്നത്? മുത്തായിട്ട് മാറുന്നത് അല്ലേ? ആ മുത്ത് പുറത്തെടുക്കുന്നതോടുകൂടി ആ ചിപ്പി അല്ലെങ്കിൽ അതിൻ്റെ ജീവൻ നഷ്ടപ്പെടുമെന്നാണ് പറയുന്നത്. അപ്പോൾ പക്ഷേ ആ മുത്തിൻ്റെ പവിത്രതയോ വലുതാണല്ലേ. അതുപോലെ കാലങ്ങൾ കഴിഞ്ഞാലും ഞങ്ങൾ എന്തായിട്ട് വരും? ഒരു മുത്തുപോലെ, ചിപ്പിക്കുള്ളിലുള്ള മുത്തുപോലെ അത്രയും പവിത്രമായിട്ട് ഞങ്ങൾ പുറത്തു വരും. ഞങ്ങളാരാണ്? വിണ്ണിൻ്റെ മക്കളാണ് എന്നാണ് പറയുന്നത്. അങ്ങനെ ഇവർ പറന്നു പോകുന്നതിനിടയിൽ പാടത്തിൻ്റെ ഉടമ തടയാനെത്തിയാൽ എല്ലാ പക്ഷികളും ചേർന്ന് അദ്ദേഹത്തെ കൊത്തി വീഴ്ത്തുമെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ തലയിലുള്ള സ്വർണ്ണ കിരീടം എടുത്ത് പൊങ്ങിപ്പറക്കുമെന്നും പറയുന്നുണ്ട്. പക്ഷേ പക്ഷിശാസ്ത്രകാരൻ ഒരിക്കലും അതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. അഹിംസയുടെ പാത പിന്തുടരാനാണ് അദ്ദേഹം പറയുന്നത്. രക്തച്ചൊരിക്കൽ ഒരിക്കലും ഒന്നിനും ഒരു പരിഹാരമല്ല. അവൻ്റെ രക്തം, അതായത് അധികാരവർഗത്തിൻ്റെ രക്തം ഒരിക്കലും ഈ മണ്ണിൽ വീഴാൻ പാടില്ല എന്നും പക്ഷിശാസ്ത്രകാരൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും പറയാണ്, നിങ്ങൾ പോയി കതിർക്കുല കൊത്തിക്കൊണ്ടുവരൂ, എനിക്കും അതിലൊരു കതിരുമായിട്ട് തിരിച്ചു വരണം. അതുവരെ ഞാനിവിടെ എന്ത് ചെയ്യാം? ഈ കാട്ടിലൊരിടത്ത് ഒറ്റയ്ക്ക് ആ കുന്നിൻ്റെ മുകളിൽ നീലാകാശവും നോക്കി കൂട്ടം തെറ്റിപ്പോയ കിളിയെ ഓർത്ത് ധ്യാനത്തിൽ മുഴുകിയിരിക്കും. ആ വാക്കുകൾ കേട്ടിട്ട് പറന്നുയർന്ന് പക്ഷിക്കൂട്ടത്തെ നോക്കി അദ്ദേഹം ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ചിറകുവെച്ച ചിന്തകളും തീപിടിച്ച സ്വപ്നങ്ങളുമായി പറന്നുയരുന്ന പക്ഷികൾ ലോകത്തിന് പുതിയ ആശയങ്ങളും ആവേശവും നൽകുമെന്ന് പ്രത്യാശിക്കുന്നുണ്ട്. അങ്ങനെ അദ്ദേഹം പക്ഷികൾ പറന്നു പോകുന്നതിന് നോക്കിയിട്ട് ധ്യാനത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? പുറകുവശത്തേക്ക്, എവിടെ പുറകുവശത്തേക്ക്? സ്റ്റേജിൻ്റെ പുറകുവശത്തേക്ക് തപ്പി തപ്പി നടന്നു മറയുന്നു. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത്. ബാക്കി ഭാഗം അടുത്ത വീഡിയോയിൽ നമുക്ക് പഠിക്കാം.